പെണ്ണ് ഈ പെണ്ണിന്റെ കിടപ്പറ രംഗങ്ങൾ വരെ വീഡിയോ ചെയ്ത് പബ്ലിക്കിൽ എത്തിച്ചിട്ടുള്ള പെണ്ണാ. അതെ, നിന്റെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം കേട്ടോ. എനിക്കറിയാം നിന്റെ പഴയകാല വീഡിയോകളും നിന്റെ തലയും മുലയും ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ എമ്പാടും നീ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് നീ മഫ്തയിട്ടിട്ട് പിന്നുകുത്താൻ തുടങ്ങിയതെന്നൊന്ന് നോക്കിക്കോ. നിന്റെ പറഞ്ഞു ശരിയാണ്. നിങ്ങൾ ഫുള്ളൊന്ന് വീഡിയോ കണ്ടു നോക്ക്. പറഞ്ഞ കറക്റ്റ് ശരിയാണ്. ഒരു വർഷം മുൻപ് ഞാൻ മേക്കപ്പ് ഉപയോഗിക്കുമായിരുന്നു, മാന്യമായിട്ടുള്ള മോഡേൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമായിരുന്നു, പെർഫ്യൂം ഉപയോഗിക്കും, യുണീക്ക് ആയിട്ടുള്ള സ്മെല്ല്. സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ് അവൾ വേശ്യയാകുന്നു. എന്താ മൊയിലാർ, ഇങ്ങക്കെല്ലാം കടി കൂടി പോയോ? ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. ഡാൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ? എന്തിനാണ്? നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചത് എന്തിനാണെന്ന് നിനക്കൊക്കെ അറിയാവോ? ഈ പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവോ? നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, എനിക്ക് എൻ്റെതായ വിശ്വാസം, അത് കാത്തു സൂക്ഷിക്കുക. കഴിഞ്ഞാലുണ്ടല്ലോ ഫ്രീ സാമ്പിൾ കിട്ടും. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിച്ചാൽ മതി. അത്രയും ഗ്യാരണ്ടി പറയാം കേട്ടോ. ST പെർഫ്യൂംസിൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ് കേട്ടോ സ്മാർട്ട് നൈറ്റ്. ഇത് ഞാൻ പറയാൻ കാരണമുണ്ട്, വളരെ യുണീക്ക് ആയിട്ടുള്ള സ്മെല്ല്. എന്താണെന്നറിയോ, നല്ല ഫ്രൂട്ടി സ്മെല്ല്, പിന്നെ ഫ്രഷ്. സ്മാർട്ട് നൈറ്റ് പോലെ തന്നെ യൂണിസെക്ഷൽ ആയിട്ടുള്ള വേറൊരു പെർഫ്യൂം കൂടെ ഉണ്ട്, സ്മാർട്ട് വാലി. ഇതിന് ആക്ച്വലി ഊതിൻ്റെ ഒക്കെ ഒരു നല്ല ഊത് കേട്ടോ. വാവ്, അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. 10 hours ലാസ്റ്റ് ചെയ്യും ഈ ചൂടത്ത് കേട്ടോ. കാർണേഷൻ, ഇത് മൂന്നും ഇവിടുത്തെ. ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധം ഉപയോഗിക്കുന്നു, അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കുന്നു. എന്നിട്ടൊരു ജനതക്കരികിലൂടെ അവൾ നടന്നു പോകുന്നു. അവൾ എന്തിനാ സുഗന്ധം ഉപയോഗിച്ചത്? മറ്റുള്ളവരൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് മണൊന്ന് കണ്ട് എന്നിലേക്കൊന്ന് ആകർഷിക്കട്ടെ എന്ന് വിചാരിച്ചു പുറത്തിറങ്ങുന്ന പെണ്ണ് അവൾ വേശ്യയാകുന്നു. അടെ എനിക്കൊന്നും വേറെ പണിയില്ലടാ, ഒരു പണി നോക്കടാ. അടുത്ത വീഡിയോ ഞാൻ വെച്ചാൽ കണ്ടു നോക്ക്. പെർഫ്യൂം വാങ്ങണമെന്നുള്ളവര് ഇപ്പൊ വാങ്ങി വെച്ചോ. റീസെന്റ് ആയിട്ട് ഇവര് ലോഞ്ച് ചെയ്തിരിക്കുന്ന K സീരീസ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ബ്രാൻഡാണ് ഈ മെർജ് കേട്ടോ. തിന്നുന്നത് ചോറല്ലേ? ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ഡാൻസ് ചെയ്യണം. പെൺകുട്ടികളെ, കൗമാരകാലത്തിലുള്ള പെൺകുട്ടികളെ കുറ്റം പറയാനായിട്ട്. നിങ്ങൾ നല്ല കാലത്തിൽ പല പല ടൈപ്പ് ചുരിദാറുകൾ ഇട്ട് പല പല മോഡൽ പാട്ടുകളും പാടി രസിച്ചിട്ട് ഇന്ന് തടിച്ച് വീർത്ത് കിളവിയായി പറവയിട്ട് ശരീര ഷേപ്പില്ലാണ്ടായി പറവയിട്ട് മൂടിയിട്ട് നിങ്ങൾ നാട്ടുകാരെ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു കാലത്ത് എന്തായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇസ്ലാമിനെതിരോ ഹിജാബിനെതിരോ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചതാണ്, നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ നമുക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് കൂടെ ആലോചിക്കണം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ ആൾക്കാരെ മുറുകെ പിടിക്കരുതെന്ന്. അതായത് ഇസ്ലാം ആടശ്ശേരിയൊക്കെ ചെയ്തതുപോലെ ഇസ്ലാമിനെ ഇതുപോലൊരു ഡാൻസ് കളിച്ചിട്ട് കുറ്റം പറഞ്ഞതിന്റെ പേരിലാണ് ആൾ ഇസ്ലാം തന്നെ ഉപേക്ഷിച്ച് പുറത്തുപോയി. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതെ ജീവിക്കും. നിങ്ങൾ പറഞ്ഞിട്ട് നന്നായി നിങ്ങൾ നന്നായി കൊണ്ടുപോകും. പിന്നെ ഇതൊക്കെ ആരെ കളിക്കാനാണ് ചെയ്തതെന്നും കൂടെ പറയണം കേട്ടോ. അടുത്ത വീഡിയോ ഞാൻ വെച്ചാൽ കണ്ടു നോക്ക്. സത്യാവസ്ഥ ഞാനിന്ന് പുറത്ത് വിടും, അപ്പൊ നീയൊക്കെ അന്താളിക്കും. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും
ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? അവളുടെതാ. Because she is wearing hijab. പരസ്യങ്ങളാ. Because she is wearing hijab. ഞാൻ പോകുന്നു. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചത് എന്തിനാണെന്ന് നിനക്കൊക്കെ അറിയാവോ? ഈ പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവോ? നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, എനിക്ക് എൻ്റെതായ വിശ്വാസം, അത് കാത്തു സൂക്ഷിക്കുക. ഹിജാബ് ധരിച്ച് ഡാൻസ് ചെയ്യരുത്. ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. അവിടെ ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ ഇന്നെപ്പോലത്തെ കഴപ്പേറിയ അവൻ്റെ വാക്കുകളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഒരു വർഷം മുൻപ് ഞാൻ മേക്കപ്പ് ഉപയോഗിക്കുമായിരുന്നു, മാന്യമായിട്ടുള്ള മോഡേൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമായിരുന്നു, പെർഫ്യൂം ഉപയോഗിക്കും, യുണീക്ക് ആയിട്ടുള്ള സ്മെല്ല്. കാർണേഷൻ, ഇത് മൂന്നും ഇവിടെ. സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ് ഫഹിയ സാനിയ, അവൾ വേശ്യയാകുന്നു. നീ നിനക്കിഷ്ടമുള്ള ജീവിക്കാറുമാനെ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. ഒരു വർഷം മുൻപ് ഞാൻ മേക്കപ്പ് ഉപയോഗിക്കുമായിരുന്നു, മാന്യമായിട്ടുള്ള മോഡേൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമായിരുന്നു, പെർഫ്യൂം ഉപയോഗിക്കും, പാട്ട് കേൾക്കും, പാട്ട് പാടും, ഇതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് 1 year ആയിട്ട് ഐ ക്വിറ്റ്. ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. ബെസ്റ്റ് പെർഫ്യൂംസിൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ് കേട്ടോ സ്മാർട്ട് നൈറ്റ്. ഇത് ഞാൻ പറയാൻ കാരണമുണ്ട്, വളരെ യുണീക്ക് ആയിട്ടുള്ള സ്മെല്ല്. എന്താണെന്നറിയോ, നല്ല ഫ്രൂട്ടി സ്മെല്ല്, പിന്നെ ഫ്രഷ്. സ്മാർട്ട് നൈറ്റ് പോലെ തന്നെ യൂണിസെക്ഷൽ ആയിട്ടുള്ള വേറൊരു പെർഫ്യൂം കൂടിയുണ്ട്, സ്മാർട്ട് വാലി. ഇതിന് ആക്ച്വലി ഊതിൻ്റെ ഒക്കെ ഒരു നല്ല ഊത് കേട്ടോ. വാവ്, അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. 10 hours ലാസ്റ്റ് ചെയ്യും ഈ ചൂടത്ത് കേട്ടോ. കാർണേഷൻ, ഇത് മൂന്നും ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആണ്. ഇപ്പോൾ വാങ്ങി വെച്ചോ. റീസെൻ്റ് ആയിട്ട് ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്ന കെ സീരീസ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ബ്രാൻഡാണ് ഈ മെർജ് കേട്ടോ. സ്മെല്ല് ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധം ഉപയോഗിക്കുന്നു, അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കുന്നു. ഫമറത്ത് അലാ ഖൗമിൻ, എന്നിട്ടൊരു ജനതക്കരികിലൂടെ അവൾ നടന്നു പോകുന്നു. ലിയജിദൂ മിൻ റീഹിഹാ, അവൾ എന്തിനാ സുഗന്ധം ഉപയോഗിച്ചത്? മറ്റുള്ളവരൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടിൻ്റെ മണമൊന്ന് കണ്ട് എന്നിലേക്കൊന്ന് ആകർഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ് ഫഹിയ സാനിയ, അവൾ വേശ്യയാകുന്നു. ആയിക്കോട്ടെ, ഏത് തെണ്ടി ആയിക്കോട്ടെ, ഉസ്താദുമാരെ കാര്യം നോക്കുക. അറിയാം, നമുക്ക് ഒരുപാട് പേരുടെ, ഒരുപാട് ജനങ്ങളുടെ കാവലായി നിൽക്കുന്ന ഒരുപാട് ഉസ്താദുമാരുണ്ട്. ആ ഉസ്താദുമാരെ വീഡിയോ വെച്ച് തരണം, ഞാൻ വെച്ച് തരാം. എന്താണെന്നറിയോ, സ്റ്റോപ്പ് റിയാക്ടിങ്. നിന്നെ ദേഷ്യപ്പെടുന്നുണ്ടോ? ഡോണ്ട് റിയാക്ട്. നിന്നെ പ്രൊവോക്ക് ചെയ്യുന്നോ? ഡോണ്ട് റിയാക്ട്. നിന്നെ കളിയാക്കുന്നുണ്ടോ? ഡോണ്ട് റിയാക്ട്. നിന്നെ മോശമാക്കുന്നുണ്ടല്ലേ? ഡോണ്ട് റിയാക്ട്. ഈ ചെറിയ കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ നിന്നാൽ യു ബിക്കം വീക്ക് ആൻഡ് ദേ ബിക്കം